കലാകാരൻ മാത്രമല്ല, ഞങ്ങളുടെ ബിഷപ്സ് പോലും ഈ പറയുന്ന സമരങ്ങളിൽ അച്ഛന്മാർ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിനെതിരെ വരുന്നു അറിയുകയാണ്. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകളാണ് ഈ മുദ്ര കുത്തുകയും കമ്മ്യൂണിസ്റ്റ് സ്റ്റേജ് എന്നുള്ളൊരു ഓർഗനൈസേഷൻ ഉണ്ട് മനസ്സിലാക്കി. അത് അത്ര നല്ല പ്രോമിനൻ്റ് അല്ലെങ്കിലും ഒരു ഫോളോവേഴ്സുള്ളതാണ്. എയർപോർട്ട് പിക്കറ്റിംഗ് പറഞ്ഞു ഇന്നായിരുന്നെങ്കിൽ നമ്മുടെ കാലം തല്ലി ഓടിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം നയനാർക്ക് പോലും ഇവിടെ വിദേശത്ത് പോകാനായിട്ട് കാറിൽ വന്നപ്പോൾ മെയിൻ കിട്ടിയില്ല. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഇവൻ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത ഈ 12 ദിവസമുള്ള നിരാകാരമാണ്. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ മുമ്പ് കിടന്ന ദിവസം. എൻ്റെ താല്പര്യം, ഞാൻ ജനിച്ചു വളർന്ന കൊഴിതുറയാണ്, ഒരു തീരദേശ ഗ്രാമം. അപ്പം അവിടെ തൊഴിലാളികൾ നമുക്കൊന്ന് വളരെ പാവപ്പെട്ട് വരുമ്പോൾ കുടിലുകളിൽ താമസിക്കുന്നവരൊക്കെ അന്ന് ഈ ട്രോളിങ്ങൊന്നും എന്നല്ല സാധാരണ ട്രഡീഷണൽ കൃഷിയിലുള്ളവരായി. പിന്നെ എൻ്റെ ഫാമിലി തന്നെ പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. അവരും എനിക്കൊരു മോട്ടിവേഷൻ. ഒരു പ്രീസ്റ്റായി കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊരു താല്പര്യമാണ്. വളരെ അന്നത്ര ശക്തമായിട്ടൊന്നും അല്ല, ഇങ്ങോട്ട് താല്പര്യമാണ് ഇത് ചേരാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ എനിക്കുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ഫാമിലിയിലാണ്. ഇപ്പം ചർച്ചുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടൊരു ഫാമിലിയിലാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഒരു അന്ന് ഇതിൻ്റെ പ്രീസ്റ്റ് അതിനു വേണ്ടിയുള്ളതിനെ പറ്റി നേരിയ അറിവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സെമിനാരി പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് വത്തിക്കാൻ കൗൺസിൽ എന്ന് പറയുന്നൊരു കൗൺസിലുണ്ട്. റിന്യൂവൽ, അതായത് രൂപതകളൊക്കെ ആഗോള സമയത്തിന് ഒരു മാറ്റം. ഇതിനെ ചർച്ച് എന്ന് പറയുന്നത് പ്രീസ്റ്റും ബിഷപ്സും മാത്രമല്ല, അല്ല, ദൈവജനമാണ്. ജനം എന്നാണ് ചർച്ച് അതിനുള്ളൊരു. ഈ സമയത്ത് വത്തിക്കാൻ കൗൺസിലിൻ്റെ സ്റ്റഡീസ് ഞങ്ങളിലൂടെ എഴുതുക. അവരുടെ പീപ്പിൾ ഓറിയൻറ്റഡ് ആയത് ചർച്ച് ആസ് എ പീപ്പിൾ ഓഫ് ഗോഡ് എന്ന് പറയും. ഒരു ജനകീയമായിട്ട് ഇടപെടലുകൾക്കുള്ളൊരു സ്വാതന്ത്ര്യം. റാഡിക്കൽസിൽ അധികം പേരും യാഥാസ്ഥിതിക തന്നെയാണ്. നമുക്കങ്ങനെ ഇല്ല. അപ്പോൾ അതിനകത്ത് ചെറിയൊരു നേരിയ ഗ്രൂപ്പ് ലിബറേഷൻ തിയോളജി ക്രിസ്തുവായി. അന്ന് ഞങ്ങൾ ലിബറേഷൻ തിയോളജി എന്ന് മനസ്സിലായിട്ട് പറഞ്ഞാൽ വിമോചന സമീപനം വേണമെന്നുള്ളത്. അപ്പം ഏറ്റവും പാവപ്പെട്ടവർ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ആദ്യം അവിടെ കാണുന്നത്. ഇപ്പോഴത്തെ പിന്നെ പോപ്പ് ഫ്രാൻസിസും പോപ്പ് ലിയോ ഒക്കെ ആ ലെവലിലേക്ക് തന്നെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊന്നും ഔദ്യോഗിക സഭ മുഴുവനായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടില്ല. അവിടെ ഇൻട്രസ്റ്റ് വ്യത്യാസമുണ്ട്. വളരെ ചെറിയൊരു മൈനോറിറ്റിയാണ്, ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ വിളിക്കുക. ഈ പറയുന്ന ഡോക്ടർ എടുത്ത് ചേർച്ച് അന്ന് പറയാറുള്ളത് ചേർച്ച് ദ പുവർ എന്നോ അല്ലെങ്കിൽ ഓപ്ഷൻ ഫോർ ദ പുവർ എന്നോ. അപ്പം ചേർച്ചിനകത്ത് നിന്നുകൊണ്ട് തന്നെ അതൊരു പരിധിവരെ സഭാ സംവിധാനം ഞങ്ങളെ ടോളറേറ്റ് ചെയ്തിട്ടുള്ളത് പറയുകയാണെങ്കിൽ. പക്ഷേ എൻകറേജ് ചെയ്യുന്ന സുഹൃത്ത് വൈദ്യരുമുണ്ട്. അത് ഞങ്ങളൊരു പ്രീസ്റ്റ് ഗ്രൂപ്പ് എന്നുള്ളൊരു ആശയമുണ്ട്. അപ്പോൾ അതിലൊന്നിലും 1-2 മാത്രം ഈ ഒരു ഓറിയൻറ്റേഷനുള്ളൂ. മറ്റുള്ളവർ കൂടെ ഒരു ഹ്യൂമൻ അപ്രോച്ച് എടുക്കണമെന്നുള്ളത് വിചാരിക്കാതെയുള്ള കാര്യങ്ങൾ. ഈ ഒരു ഓപ്ഷൻ പഠനകാലത്തിന് കിട്ടി. അതിനുശേഷം പ്രീസ്റ്റായതിനേക്കാൾ ഞാൻ പറയുന്നത് മത്സ്യമേഖലയിൽ ഇൻവോൾവ് ചെയ്യാനുള്ള താല്പര്യം വന്നത് സഭയ്ക്കുള്ളിൽ തന്നെ ലേബർ ലോസ് പഠിക്കുന്നൊക്കെ ഒരു സംഭവം ഉണ്ടായതാണ്. വളരെ ചെറിയൊരു ഗ്രൂപ്പ്, ഒത്തിരി വളരെ റാഡിക്കൽ ഗ്രൂപ്പൊന്നുമല്ല. അതെല്ലാം അത് ഇൻഫ്ലുവൻസ് ചെയ്തു. ദർ ഇസ് എ ബ്രോഡ് ഓഫ് പ്രീസ് എമംഗ് ദ വർക്കേഴ്സ് എന്നുള്ളത്, പ്രത്യേകിച്ച് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് എന്നുള്ളത് ഗ്രാജുവൽ ഒരു പിരിച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഒരു ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരിൽ ഒരു 3 months കോഴ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ മരിച്ചുപോയ ചാൻ സ്വാമിയിലേക്ക് ഡയറക്ടറായിരുന്നു. അപ്പോൾ അതെനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അതായത്
പ്രീസ്ലി നമ്മൾ കൾട്ടിനാണ്, അനുഷ്ഠാനങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ചേർച്ച് ജീസസ് എന്നുള്ള പേഴ്സൺ വളരെ റെഡിക്കലായിട്ടുള്ള ഒരു ലൈഫാണ് എടുത്തതാണ് നമ്മുടെയൊക്കെ കൺവിക്ഷനാണ്. അപ്പം അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് പ്രീസ്റ്റാൻ താല്പര്യം വന്നത്. ഇത് ഒറ്റയടിക്കൊന്നുമല്ല, പതിപ്പൂത്തിരിക്കുകയാണ്. അപ്പം അതിനകത്ത് ഞങ്ങളുടെ തന്നെ ഒരു ചെറിയ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കൂടാതെ റിലീജിയസ് ഫാദേഴ്സ്, തോമസ് കൊച്ചിരി, തുടക്കത്തിൽ ജെയിംസ് അക്കാലിക്കിനും ഉണ്ടായിരുന്നു, ആദിവാസികളുടെ മേഖലയിലേക്ക് പോയി. പിന്നെ ജെസ്യൂട്ട് അച്ഛന്മാർ, സ്റ്റുഡൻറ് മൂവ്മെൻറ്റിലൊക്കെ ഐക്കഫ് കുറേ പ്രാർത്ഥിക്കുക, ഇതിനൊക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തോന്നാണ്. പിന്നെയുള്ളത് റിലീജിയസ് സിസ്റ്റേഴ്സാണ്, മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ്, ICM സിസ്റ്റേഴ്സ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് കൂടുമായിരുന്നു. അതൊരു ടേണിംഗ് പോയിന്റ് ഉള്ളത്. പിന്നെ വന്നത് ഇവിടെയുള്ള മറ്റ് സെക്കുലർ ഓർഗനൈസേഷൻസ്. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മത്സ്യമേഖലയിലെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ വന്ന മരീനാകാം മേഴ്സിക്ക് പറഞ്ഞാണിത്. അപ്പോൾ എന്നെ അവർ വിളിച്ചിരുന്നു, ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ റിലീജിയസ് പ്രീസ് കൊച്ചിയിലെത്തിയത് പോലുള്ളവർ, പിന്നെ കളിക്കുകയെന്ന് പറഞ്ഞാൽ ഡയസിഷൻ പ്രീസാണ്. പിന്നെ പോൾ വലിയ കണ്ടെത്ത് ഐക്കപ്പിൻ്റെ ഇതാണ്. അന്ന് തീരെ ശബ്ദം എന്നുള്ള കൊച്ചു മാഗസിന് നടത്തി. അതിനുശേഷം ഇത് ബിഷപ്പ് പെരേരയുടെ ഒരു സ്വപ്നമായിരുന്നു, പുള്ളി അച്ഛന്മാർക്ക് ലീഡർഷിപ്പ് കൊടുക്കാതെ ലേ പീപ്പിളിന് ലീഡർഷിപ്പ് കൊടുക്കാനാണ്. വിജയൻ, ജോൺ കുര്യനൊക്കെ CDSൽ പ്രൊഫസറായിരുന്നതാണ്, ഇപ്പോഴും ഉണ്ടാകും. ആ PCO എന്നുള്ളൊരു ഇൻഡിപെൻഡൻ്റ് ഓർഗനൈസേഷൻ, അതെന്താ ചേർച്ച് ഒരു സെക്കുലർ ഞങ്ങളെപ്പോലുള്ള കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള സിസ്റ്റേഴ്സ് ഡയസിഷൻ ലെവലിൽ നിന്ന് ഒരു ചെറിയ ഗ്രൂപ്പ് ഇൻവോൾവായി. അപ്പോൾ ഞങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഒരു പരിധി വരെ ചേർച്ചിൻ്റെ ചില സപ്പോർട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ആദ്യത്തെ സമരം 80 സമരം വയനാട് സർക്കാരിനെതിരായിരുന്നു. അപ്പോൾ ചേർച്ച് ബേസിക്കലി കമ്മ്യൂണിസ്റ്റോടുള്ള കുറച്ച് വ്യത്യാസത്തോടും ഒരു അകച്ചുണ്ടല്ലോ. അവർ ഞങ്ങളെ സംശയമായിട്ട് കണ്ട കുറേ പേരുണ്ടായിരുന്നു കൺസർവേറ്റീവ് ഗ്രൂപ്പ്സിൽ. അതേസമയം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹ്യൂമൻ കോസാണത്. പിന്നെ ജനങ്ങളുടെ പിന്നിലുള്ള കൂടുതലുണ്ടായിരുന്നു. ട്രോളിംഗ് എന്നതിനുള്ള സമരം ട്രോളിംഗ് പോകണ്ടോ. അതിനു മുമ്പ് മരിനാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ബിഷപ്പ് പെരേര, അദ്ദേഹം ഈ രൂപതയുടെ ബിഷപ്പായിരുന്നു, പീറ്റർ ബെർണാഡ് പെരേര. അദ്ദേഹമാണ് ഈ നളിനെയും ഇതുപോലുള്ള ആക്ടിവിസ്റ്റ് താല്പര്യമുള്ള ജോൺ കുര്യൻ, വിജയനൊക്കെ പിൽക്കാലത്തിനോട് അവരാണ് ഈ മരിനാർ പ്രോജക്റ്റിലൊക്കെ. അപ്പം മരിനാർ പ്രോജക്റ്റ് ഇടത്തൊട്ടുകാരുടെ ചൂഷണത്തിൽ നിന്നും മനസ്സിലാതെ മോചിപ്പിക്കുക എന്നതായിരുന്നു താല്പര്യം. അപ്പം അതിനുവേണ്ടി കോപ്പറേറ്റീവ്സ് തുടങ്ങിയ സഹകരണ സംഘങ്ങളായിരുന്നു. അപ്പം അവിടെ തന്നെ ഈ തിരുവനന്തപുരം പോസ്റ്റ് ഏറ്റവും പാവപ്പെട്ടവരുടെ ഫാമിലിയെ റീഹാബിലിറ്റ് ചെയ്തു. അത് ആദ്യമൊക്കെ അറിയപ്പെടുന്ന മരിനാട് കോളനിയാണ്. അപ്പോൾ അവിടെ ഈ സോഷ്യൽ ആക്ടിവിസ്റ്റോ അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സായിട്ടുള്ള ഇവർ ഇനിഷ്യേറ്റ് ചെയ്തൊരു പ്രോസസ്സാണ്. അതിനകത്ത് ഞങ്ങളൊക്കെ സഹകരിക്കാൻ തുടങ്ങി. ഇപ്പം ഇത് ആരും ഒരാളോ ഒരു ഗ്രൂപ്പോ അല്ല, ഒരു അതേസമയം ലെയിം പീപ്പിളിനോട് TP ജോർജ് ആൻ്റണി, TP ഞാൻ ഇന്ന പാരിഷനും നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുവന്നു. ഒരു ചെറുപ്പക്കാരനെല്ലാം ഇപ്പോൾ ഈയിടയ്ക്ക് മരിക്കുന്നത്. പിന്നെ ജോർജ് ആൻ്റണി എന്നുള്ളത്. ഇവരൊക്കെ ലേ പീപ്പിളിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഇത് വളരെ വലുതായിരുന്നു. അവരുടെ എഡ്യൂക്കേഷൻ വളരെ ഹയർ ലെവൽ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് വൈസ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ഇത് PC ഒരു NGO കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് റിസർച്ച്, പിന്നെ വേറെ പറയാനുള്ളത് റിസർച്ച്, ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ് ആക്ഷൻസ്, ബാലവേദികൾ, മഹാസമാജങ്ങൾ, അങ്ങനെയുള്ള ഫോറംസ് ഒക്കെ അവരുടെ ഉള്ളിൽ. അപ്പോൾ അവരുടെ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഇതൊക്കെ പറയും. മരീനാടിനെ പറ്റി കൂടുതൽ വിജയിച്ചതൊക്കെ പറഞ്ഞാൽ അവർ കുറച്ചുകൂടെ ക്ലാരിറ്റിയോട് പറയാൻ പറ്റുമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് PCO ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ. പിന്നെ ട്രേഡ് യൂണിയൻ തുടങ്ങാം തീരുമാനമെടുത്തത്. ട്രെയിനിങ് ഞങ്ങൾ തുടങ്ങിയല്ല, ഹോസ്റ്റലിൽ കേരളത്തിലെ ബിഷപ്സിൻ്റെ അനുവാദത്തോടു കൂടി തുടങ്ങുന്ന കേരള ലത്തീൻ കത്തോലിക്ക മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ അറിയിപ്പത്. പക്ഷേ ചേർച്ച് ബേസ്ഡ് ആയത്. അപ്പോൾ ബിഷപ്സ് പറയുന്നതനുസരിച്ചൊക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. ആ കാലഘട്ടത്തിൽ ഞാൻ വളരെ കുറച്ച് ചെറുപ്പമായിരുന്നു. പോൾ അറക്കായിരുന്നു, കൊല്ലത്ത് കൊല്ലത്തിലായിരുന്നു, ജോസ് കളിക്കലത്തിനൊക്കെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യും, കൊല്ലത്ത് കൊല്ലത്തല്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇൻഡിപെൻഡൻറ്റ് യൂണിയനാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് തന്നെ. അപ്പോൾ അന്ന് കുറേ ഓപ്പണായിട്ട് ഞങ്ങളെപ്പോലുള്ള ഞാനില്ല തുടക്കത്തിലൊക്കെ വിജയമൊക്കെ ചിലപ്പോൾ പറയാമായിരിക്കും. ആംഗിൾ പരിശൂടായി
അവർ തന്നെ അന്ന് അവർ ഉന്നയിച്ച ആശയങ്ങൾ പലതും ഇപ്പം പേഴ്സി ബോട്ട്സ് കടന്നു വരുന്നു, മത്സ്യത്തൊഴിലാളികളുടെ പല ബോട്ടുകളിടിച്ച് അവർ മരിക്കുന്നു, വല നഷ്ടപ്പെടുന്നു, അങ്ങനെയുള്ളു. പിന്നെ ഓല മേയാനുള്ള പൈസ ഇത് ഗവൺമെൻറ് സപ്പോർട്ട് ചോദിച്ചു, ഹൗസിങ്ങിന് വേണ്ടി ചോദിച്ചു, സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് വേണമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ആ കാര്യത്തിൽ അധികമൊന്നും മുന്നോട്ട് പോയില്ല. പിന്നെ ട്രോളിങ് ആയിരുന്നു. പിന്നെ ഇപ്പം 4 സർക്കാരിൻ്റെ സമയത്തിനാണ് ട്രോളിങ്ങിന് എതിരായിട്ടുള്ള സമരം തുടങ്ങി. അത് വാസ്തവത്തിൽ സർക്കാരിൻ്റെ സംവിധാനം തന്നെ ഒരു കൃത്യം പറയുകയാണെങ്കിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഇറക്കിയത് ഈ ഓർഡറായിരുന്നു ട്രോളിങ് നിരോധിക്കണമെന്ന്. പക്ഷേ ആ സമയത്ത് ആ പീരീഡിൽ ബേബി ജോൺ മിനിസ്റ്ററായി. ബേബി ജോൺ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ്. അപ്പോൾ അയാൾ തിരിച്ചു വന്നപ്പോൾ ആ ബുദ്ധ അവർ പിൻവലിക്കും. അങ്ങനെയാണ് ട്രിഗർ ചെയ്തത് ഈ 81 സമരത്തിന് തുടക്കം കുറിച്ചത്. ആ ഒരു സംഭവം അത് ഞങ്ങൾ കൈമുതലായിട്ടെടുത്ത് ലെഫ്റ്റ് ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചേർച്ചിന് ഒരു എതിർപ്പിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെതിരായത്. അങ്ങനെ ഒരു പൊസിഷൻ കൊണ്ടുവരിക. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ പറയാൻ പോയത്, ഇതിനകത്ത് ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടിപ്പെട്ടു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് നിലപാട് ഇടതുപക്ഷത്തുമില്ല വലതുപക്ഷത്തുമില്ല, ജനപക്ഷത്ത് നിൽക്കണം. ജനപക്ഷം എന്നൊക്കെ അന്നത്ര ആക്റ്റീവിലേക്ക് പറയുന്നത് ജനങ്ങളോടൊപ്പം നിൽക്കണമെന്നുള്ള ആശയം ഉണ്ടായി. അപ്പം ട്രോളിനെതിരെയുള്ള സമരത്തിന് ഗവൺമെൻറ് നെഗോസിയേഷനൊക്കെ തയ്യാറായി. പക്ഷേ ഈ പറയുന്ന ഡിമാൻഡ് അംഗീകരിച്ചില്ല. ബാബു പോൾ കമ്മീഷനൊക്കെ നൈറ്റ് ട്രോളിങ്, ബാബു പോൾ കമ്മീഷൻ്റെ 2 പ്രധാനപ്പെട്ട കൺസേൺസ് എന്ന് പറഞ്ഞാൽ നൈറ്റ് ട്രോളിങ് നിരോധിക്കുക, പിന്നെ വലയൊക്കെ മെഷ് നമ്മൾ കണ്ണികളില്ല, അത് വളരെ ചെറുതായിരുന്നു ട്രോളിങ്ങിന്. അപ്പോൾ അത് മാറ്റി കുറേ വലിയ കണ്ണികളും ലാർവ, കുഞ്ഞു മത്സ്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു. ടൺ കണക്കിൽ കാണാമായിരുന്നു നീണ്ടകര ശക്തിയുള്ള ഏരിയയിൽ. അവിടെയായിരുന്നു ട്രോളേഴ്സിൻ്റെ. അത് ഞങ്ങളുടെ തന്നെ കമ്മ്യൂണിറ്റിയിലെ മെമ്പേഴ്സ് തന്നെ ഓൺ ചെയ്ത്. പക്ഷെ അപ്പോഴും നമുക്ക് അനുസരിക്കുന്നത് ഒരു കോപ്പറേറ്റീവൈസ് ചെയ്ത് വന്നൊരു ഇന്ത്യൻ നോൺ വീഡിയോ പ്രോജക്റ്റാണ്. പക്ഷെ അവർ ചെയ്തു ഈ പറയുന്ന മുതലാളിമാരൊക്കെ ഹൈജാക്ക് ചെയ്ത് തൊഴിലാളികളാക്കി. പിന്നെ കോപ്പറേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ അവർ അങ്ങനെ ബേബി ജോണിൻ്റെ മോനും ബേബി ജോണും ഒക്കെ ഈ ഫിഷ് എക്സ്പോർട്ടിങ്ങിനൊക്കെ ഉള്ള കുറേ അധികം പേരുണ്ട്. അപ്പോൾ അവരോടൊരു ചങ്ങാത്ത് നമുക്ക് പറ്റുന്നില്ല. ഇതിനകത്ത് 2 ഇൻട്രസ്റ്റ് വന്നു. ട്രോളേഴ്സിന് കുറേ കൂടെ വെൽറ്റുഡുവായിട്ടുള്ള ഒരു ട്രോളേഴ്സ്, മറ്റത് സാധാ തൊഴിലാളികൾ, പരമ്പരാഗത തൊഴിലാളികൾ എന്ന് പറയുന്നത്. ട്രോളേഴ്സൊന്നും ഒന്നും ചെയ്യുന്നില്ല. ട്രോളിങ് വർക്കേഴ്സിനായിട്ട് പോകുന്നില്ല. അവരൊരു വലിയൊരു അവരെ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമരം നടത്തിയത്. അതിനുശേഷം സമരം കണ്ടിന്യൂ ചെയ്തു. 84 ഇതേപോലെ അന്ന് കോൺഗ്രസ് ആയിരുന്നു ഭരണത്തിലിരുന്നത്, കരുണാകരനായിരുന്നു. അപ്പോൾ കരുണാകരൻ ഈ പറയുന്ന കാര്യത്തിൽ ഒട്ടും കുറേ കൂടി, കരുണാകരൻ മാത്രമല്ല ഞങ്ങളുടെ ബിഷപ്സ് പോലും ഈ പറയുന്ന സമരങ്ങളിൽ അച്ഛന്മാർ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിനെതിരെ വരുന്നു അറിയുകയൊരു ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകളാണ് മുദ്ര കുത്തുകയും കമ്മ്യൂണിസ്റ്റ് സ്റ്റേജ് എന്നുള്ളൊരു ഓർഗനൈസേഷൻ ഉണ്ട് മനസ്സിലാക്കി. അത് അത്ര നല്ല പ്രോമിനൻ്റ് അല്ലെങ്കിലും ഒരു ഫോളോവേഴ്സുള്ളതാണ്. അവർ ജനങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ട് ചെയ്തു. അതുകൂടെ വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഈ മുദ്ര കിട്ടി. ഇപ്പോഴും പലരും നമ്മൾ എടുക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും നമ്മൾ മത്സ്യത്തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടൊരു സ്റ്റാൻഡ് എടുക്കുക. അങ്ങനെയാണ് ഈ ഒരു സമീപനത്തിലേക്ക് വന്നത്. അപ്പോൾ ഞാനൊരു ഏറ്റവും വലിയ എനിക്കോ പ്രത്യേകിച്ച് ആ സമയത്ത് ഞാനൊരു 12 ദിവസം നിരാകരണ വന്നു. ക്രിമിനൽ മാനിഫെസ്റ്റോ ഒരു 23 21 ദിവസം നിരാകരണ വന്നു. ഗവൺമെൻറ് വലിയ ചോദ്യമായി ആൾ മരിച്ചു പോകുന്നുള്ളത്. ആ സമയത്ത് അവർ ഇയാൾ വേറൊരു ഓഫർ വരിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ലത്തീനത്തൊഴിക്കലിൻ്റെ മക്കൾക്ക് സ്കോളർഷിപ്പ് ഈ SC/ST കിട്ടുന്നു, അതേ ആരോഗ്യങ്ങൾ കൊടുക്കുന്നു. നമുക്ക് ഒരു നിർദ്ദേശം ഞങ്ങൾ അങ്ങനെ ലത്തീനത്തൊഴിക്കലിനെ നോക്കണ്ട, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ ഇറസ്പെക്റ്റീവ് കാത്തലിക്കോ ക്രിസ്ത്യനോ മുസ്ലിമോ ഒരു സെക്കുലർ അപ്രോച്ച് എടുത്താണ് ഇതിൻ്റെ ഒരു വലിയ നേട്ടമായിട്ട് നമ്മുടെ കരുത്തായിട്ടാണ്. ചേർച്ച് ഒരു അതിലൊരു സപ്പോർട്ട് ചെയ്തെങ്കിലും ചേർച്ചിൽ വന്നു തന്നെ ഇൻട്രസ്റ്റ് 2 പേരുടെ നോക്കണം. ട്രോളിങ് ഓണേഴ്സിൻ്റെ അതും പ്രിയമാകും. അതും ഇപ്പോൾ എപ്പോഴും നമുക്ക് ഫുൾ സപ്പോർട്ട് കിട്ടുകയില്ല. ഞങ്ങളുടെ മുതിരവ് തന്നെ റിപ്പോർട്ട് അടുത്ത വർഷമാകുന്നത് ഒരു ബ്രോഡ് തിങ്കിങ്ങിൽ പക്ഷേ ഒന്നുമില്ല ഞാൻ പറയുക. അപ്പോൾ ആ ഒരു കോൺടെക്സ്റ്റ് ആവാം
ഞങ്ങൾ ഈ പറയുന്ന മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് പോയി. അതിനകത്ത് തീരശബ്ദം എന്നുള്ളൊരു മീഡിയ, ഒരു ചെറിയ മാഗസിൻ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളോട് ഹെൽപ്പ് ചെയ്തു. പിന്നെ പറയുകയാണെങ്കിൽ ഈ യാത്രയിൽ എൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മീനിങ് ഫുൾ ഇൻവോൾവ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ അന്നും എടുത്തിട്ട് വലിയ സമരമൊക്കെ നടന്നത് ചേർച്ചിനകത്ത് ഒരു സപ്പോർട്ടീവ് റോൾ എടുക്കാവും, മെയിൻ റോൾ എടുക്കേണ്ടത് ലേ ലീഡേഴ്സ്, അതായത് സെക്കുലറായിട്ടുള്ള ഒരു അപ്രോച്ച് വേണമെങ്കിൽ അത് അത്ര സ്വീകാര്യമായിട്ട് എനിക്ക് കുറേ ഓപ്പണിങ് കിട്ടി. അവരെ കൂടെ ഉൾപ്പെടുത്തി ചെയ്യുന്ന ഒരു മിഡിൽ ലെവലിൽ അവർ പറയുകയും ചെയ്തു. അപ്പം അതൊന്നും അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ അതിനകത്ത് വേറെ ഒരുപാട് പ്രശ്നമുണ്ട്. വിജയത്തിൻ്റെ വേറൊരു വിഷയമാണ്. അത് പിന്നെ ആവശ്യമായി നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം. സമരാനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയസിൻ്റെ ഒരു കോണ്ടക്സ്റ്റ് അല്ല ഞാൻ പോയി. ഞാനൊരു പേഴ്സണൽ ഇൻട്രസ്റ്റിലാണ് പോയത്. കുറച്ച് വൈദികരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ പ്രത്യേകിച്ച് 3 months കോഴ്സ് കഴിഞ്ഞപ്പോഴും കൺവിക്ഷൻ ബോധ്യമായി അതിനകത്ത് ഓക്കെ വന്നതാണ്. അപ്പോൾ ഒരു പ്രീസ്റ്റ് അയക്കുമ്പോൾ നമുക്കുള്ള കുഴപ്പം, ഈവൻ ഫണ്ട് റൈസിങ്, നാടകമൊക്കെ നടത്തി പൈസ തരിച്ചു, സമരത്തിനൊക്കെ പൈസ ഉണ്ട് ഓഫീസുകൾ. അപ്പോൾ അതിലൊക്കെ ഈ പറയുന്ന എനിക്ക് പല അച്ഛന്മാരോടും അവരുടെ സൗഹൃദമുണ്ടല്ലോ, ആശയപരമായ യോജിപ്പില്ലെങ്കിൽ പിന്നെ ജനങ്ങളിൽ നിന്ന് ഒരു എൻട്രി കിട്ടി. ഇപ്പോൾ കൊച്ചിയിലെ അച്ഛനും കിട്ടിയ ഒരു പ്രീസ്റ്റ് എന്നുള്ള ഒരു അംഗീകാരം, അതുപോലെ തന്നെ ജെയിംസ് സക്കാലയ്ക്ക്. അപ്പം അവർക്ക് ഈ റാഡിക്കൽ മൂവ്മെൻ്റ് ഒരു മൈനോറിറ്റിയെ ചേർച്ച് ഒരു പരിധി ടോളറേറ്റ് ചെയ്യുമെന്ന് പറയാം. അങ്ങനെ, കാരണം അതിനകത്തൊരു നന്മയുണ്ടെന്ന് അവർ തോന്നിയിട്ടായിരിക്കാം. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്ത് തുടങ്ങി. പക്ഷേ ഡയസിസ് എനിക്ക് ഒരു പരിധിവരെ സപ്പോർട്ട് സ്വാതന്ത്ര്യം തോന്നും മുന്നോട്ട് പോകാനായിട്ട്, ഫുള്ളി ഇൻവോൾവ് ചെയ്യാനാണ്. അപ്പോൾ ഞങ്ങളുടെ ചേർച്ചിലെ മെമ്പേഴ്സിനെക്കാളും നമ്മുടെ സഹപ്രവർത്തകരെക്കാളും കമ്മിറ്റഡാണ് ഈ ലേ പീപ്പിൾ എന്നത്. അല്ലെങ്കിൽ അൽമായരെ നിങ്ങൾ വിളിക്കുന്ന, അതല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുന്നത് സാധാരണ പൊതുസമൂഹത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ലാറ്റിൻ കാത്തലിക്സ് തന്നെയാണ് കാര്യം. മുസ്ലിം ഇതൊക്കെ പറയുമ്പോൾ ജനകരുമായിട്ട് ഞങ്ങൾക്കൊരു കോൺടാക്റ്റ് ഉണ്ട്, മലബാർ ഏരിയയിൽ മുസ്ലിം ഗ്രൂപ്പ്സുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടെങ്കിലും ബേസിക്കലി ഇതിനകത്ത് അതിൻ്റെ ശരീരത്തിൽ വേറെ കാര്യം, ഒരു ക്രിസ്ത്യൻ കണ്ടൻ്റാണ് ഇതിനകത്ത്, മെമ്പേഴ്സാണ് ഇതിനകത്ത് അധികം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സമരാനുഭവങ്ങൾ 1981 സമരത്തിൽ ഞാനൊരു സമരസമിതിയുടെ കൺവീനർ കൂടിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സമയത്ത് ഞാനത് പിന്നീട് മനസ്സിലാക്കി, ഞാൻ വല്ല ഓർത്തില്ല, എയർപോർട്ട് പിക്കറ്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നായിരുന്നെങ്കിൽ നമ്മൾ കാലം തല്ലി ഓടിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം നയനാർക്ക് പോലും ഇവിടെ വിദേശത്ത് പോകാനായിട്ട് കാറിൽ വന്നപ്പോൾ മെയിൻ കിട്ടിയില്ല. അപ്പോൾ എയർപോർട്ട് സമരം എന്ന് പറയുന്നത് ഒരു പുതിയ ആശയമാണ്. എനിക്കെന്താണെന്ന് തോന്നുന്നത് അങ്ങനെയായിരുന്നു. അപ്പം പോലീസൊക്കെ വളരെ അലേർട്ടായി. മുകുന്ദൻ ഒരു SP-O സർക്കിൾ ഇൻസ്പെക്ടർ ആയതോടൊന്നും അയാൾ വിളിച്ച് ശോഭിച്ചു. അപ്പം നമ്മൾ അച്ഛൻ അച്ഛൻ ഇനോഗ്രേറ്റ്. അപ്പം ഞാൻ എൻ്റെ പള്ളിയിൽ പോയിട്ടാണ് വരുന്നത്. അപ്പം അവർ വെയിറ്റ് ചെയ്തു. അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഗവൺമെൻറ്റുമായിട്ടുള്ള ഡിസ്കഷൻ ഓപ്പണാക്കാൻ അത് മാത്രമല്ല, മറ്റെല്ലാ സമരങ്ങൾ, നിരാഹാരങ്ങൾ, കോച്ചേരി അച്ഛൻ ആദ്യം കിടന്നു, ജോയിച്ചൻ ആൻ്റണി, അങ്ങനെയുള്ള സമരങ്ങളിൽ നമ്മൾ ഫുൾ ടൈം ചേർച്ചിൻ്റെ വോക്കിന് കുറച്ച് സമയം മാത്രം മാറ്റി വെച്ചിരുന്നു, ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് ദിസ് ഈസ് ദ റിയൽ പ്രീസ്റ്റ് എന്നുള്ളൊരു ഫീലിംഗാണ്. അതായത് പ്രീസ്റ്റോട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. പ്രീസ്റ്റിൻ്റെ ഒരു മൈനോറിറ്റി ഡയസിസിൽ കുറേ അച്ഛന്മാർ ഉൾപ്പെടുത്തി പോകുന്ന ഒരു സ്പേസ് അറിഞ്ഞോ അറിയാതെയോ ഡയസിസും രൂപതകളും ബിഷപ്സൊക്കെ നമുക്ക് തരികയും ചെയ്തു. അതെന്തിനാണ്? അപ്പോൾ ഞാൻ ഈ കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ് KCM എന്നുള്ളൊരു സംഘടനയുടെ ഡയറക്ടറായിരുന്നു. അപ്പോൾ നമുക്ക് യുവജനങ്ങളുടെ ഇടയിലും വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. അത് നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഈ സമരത്തിലൊക്കെ പലരും അവർ പങ്കെടുക്കാനൊക്കെ വന്നു. അപ്പോൾ ആ ഒരു കോണ്ടക്സ്റ്റിൽ ഇതിനകത്ത് ഒരു നേരിയ ഏരിയ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സ്ലോട്ട് നമുക്കൊരു എന്താ പറയുക, ഈ സ്പേസ് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടായി. അത് എന്തോ ഞാൻ കുറെ കൂടെ ഡിപ്ലോമാറ്റിക്കായിട്ട് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇവരെ കോൺഫിഡൻസ് എടുക്കാതെ നോക്കിയിട്ട് ബിഷപ്സിനെ അതിലോട്ട് ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാനൊന്നും നമ്മൾ പോയില്ല. അപ്പോൾ അതിനകത്ത് പിന്നെ ഇതിൽ ചില അച്ഛന്മാർ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പോയി. അതിനോട് എനിക്ക് കടുത്ത എതിർപ്പായിരുന്നു. പ്രത്യേക സാഹചര്യത്തിലായിരിക്കും പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് ഞങ്ങളുടെ തന്നെ ഐഡിയോളജിക്കലായിട്ടുണ്ട്, ചെറിയ രീതിയിൽ. ആരെയും കുറ്റപ്പെടുത്തി പറയാൻ പറ്റില്ല. അപ്പോൾ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജനപക്ഷമാണെന്നുള്ളത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അത് വളരെ ഞാൻ എപ്പോഴും എൻ്റെ ഫെയ്ത്ത് ലൈഫായിട്ട് ജീസസ് ക്രൈസ്റ്റുമായിട്ട് ഇൻസ്പിറേഷൻ എനിക്ക് വളരെയധികം ഉണ്ട്.
സഭയെന്ന നിലയിലല്ല, അനുഷ്ഠാനങ്ങൾ നിലയിലല്ല, ഒരു പ്രൊഫറ്റിക് സ്റ്റാൻഡ് എടുത്ത വ്യക്തി ഗുരു എന്നുള്ള നിലയിൽ എടുക്കുന്നു. അതെനിക്ക് ഇന്നും ഒരു പുളകം തരുന്നതാണ്. അപ്പോഴും തന്നെ ഞാൻ എപ്പോഴും പറയും, വിഴിഞ്ഞത്ത് ആൾക്കാർക്ക് സമരം ചെയ്യുമ്പോഴും നമ്മളെ അച്ഛന്മാരും മതപരിവർത്തനമല്ല ചെയ്യേണ്ടത്, ഇവരെ മനുഷ്യാക്കി മാറ്റാനുള്ള മാനുഷ്യ മൂല്യങ്ങളാണ് വാസ്തവത്തിൽ സുവിശേഷ മൂല്യങ്ങൾ. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ നല്ലൊരു ശതമാനം പേര് ഇതിലേക്ക്, ഈ മൂവ്മെൻറ്റിലേക്ക് വരുമായിരുന്നു എന്നുള്ളത് ഇന്ത്യയിലെ ലോകത്തെമ്പാടും. അപ്പോൾ യൂറോപ്പിലൊക്കെ വന്നുകൊണ്ട് സഭ അവിടെ താഴെ പോയി. ഈ റിച്വൽസ് കൊണ്ട് പിടിച്ചിരിക്കാൻ അവരുടെ ഒരു എൻലൈറ്റൻ സൊസൈറ്റി ആയിരുന്നു. അപ്പോൾ ഇത് കുറച്ചുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു പ്രൊഫറ്റിക് സ്പേസ്, അതാണ് എന്നെ ആകർഷിച്ചത്. അപ്പോൾ അതിനുവേണ്ടി ഈ പറയുന്ന 12 ദിവസം നിരാകരണം കിടന്നപ്പോൾ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഇവൻ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത ഈ 12 ദിവസമുള്ള നിരാകാരമാണ്. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ മുമ്പ് കിടന്ന ദിവസം ഞാൻ മാത്രമല്ല, പലരും കിടന്നു. എന്നെക്കാളും സമയം കൂടുതൽ കിടന്നവരുള്ള കുറവുണ്ടാവില്ല. അധികം പ്രൊജക്റ്റ് ചെയ്യില്ല അവസ്ഥ കമൻറ്റ്. കാരണം ഞാൻ എന്നെ ഇതിനെ പോസ്റ്റ് ചെയ്യുന്നുള്ളൊരു ഫീലിംഗ് കിട്ടരുത്. അന്ന് സൺഡേ ആയിരുന്നു സമരം. സൺഡേ വെച്ചത് ഞങ്ങൾ പള്ളി കഴിഞ്ഞ് എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു, ആ പ്രദേശത്തുള്ളത്. അത് വലിയൊരു ഇതുണ്ടാക്കി. രണ്ടാമത് അത് വലിയൊരു അറ്റൻഷൻ പിടിച്ചിട്ട് ഞങ്ങളോടും ഓർത്തില്ല ഇത്രയും കിട്ടുമോ. അപ്പോൾ അതിനടുത്താണ് തോപ്പ് വലിയ ഇടവകളുണ്ട്. അപ്പോൾ അവരും കൂടെ വന്നപ്പോൾ വലിയൊരു സമരം. അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. പത്രങ്ങളിൽ ഒരു സ്ത്രീ ബാഗ് പിടിച്ചുകൊണ്ട് എയർപോർട്ടിൽ മതിൽ കിടക്കാൻ വേണ്ടി നിൽക്കുന്നൊരു ഫോട്ടോയൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ വക്കം പുരുഷോത്സവനെ കാണാൻ പോയി. അപ്പോൾ അദ്ദേഹം ഭയങ്കര ചാടിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ഞങ്ങളോട് പ്രകോപനം വന്നപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് അങ്ങനെയാണ് ഡിസ്കഷനിലേക്ക് പോകുന്നു. അപ്പോൾ നാനാരൊക്കെ വളരെ താല്പര്യത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി കേട്ട മനുഷ്യനാണ്. പുള്ളി പറഞ്ഞ് ഇതിനകത്ത് വേറെ ഇൻട്രസ്റ്റ് ഉണ്ട്, കടലിൽ മാത്രമല്ല കാടിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. ആര്യാട് മുഹമ്മദ് എന്ന് തോന്നുന്നു ഈ കാടിൻ്റെ ആൾ. പുള്ളിയൊന്നും പരസ്യമാണ്, ശ്രീനിവാസനായിരുന്നു ആദ്യത്തെ ഫിഷറീസ് മിനിസ്റ്റർ. അപ്പോൾ ഈ സമരവും ഇതും എല്ലാം കൂടി ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയൊരു ഇമ്പാക്റ്റ് ചെയ്യാൻ ജനങ്ങളെ സംഘടിപ്പിച്ച് പോകണമെന്ന്. അന്ന് കുറച്ചൊരു എളുപ്പമായിരുന്നു. ഇന്ന് ഞാൻ അതേ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത്. ഈ കോർപ്പറേറ്റ് ഇൻ്റർവെൻഷൻസ് ഇത്രയും സ്ട്രോങ് ആയിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെന്ത് ചെയ്തു, ഞങ്ങൾ കുറച്ചുകൂടെ ഒരു പരിധിവരെ ചേർച്ചിൻ്റെ എല്ലാവരും അല്ല ഭാഗമായിട്ട് നിന്നുകൊണ്ട് അത് മൊബിലൈസ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തി. വിശദീകരിക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പം ഞാൻ മാത്രമല്ല ഇതിനു മുമ്പ് കടന്നു പോയി. അപ്പോൾ സമരം അതിനകത്ത് എനിക്ക് കിട്ടിയ ഒരു സഹനത്തിൻ്റെ മാർഗമുണ്ട് ക്രൈസ്റ്റ് കൺഫ്രണ്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ഒരു ഗവൺമെൻറ് സിസ്റ്റം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നുള്ളത് നമുക്കറിയണം. വളരെ പ്രോ റിച്ച് സമീപനമാണ് ആത്യന്തികമായി ഇടതുപക്ഷം പോലും വരുന്നത്. തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ മറ്റേക്കാളും മെച്ചമായിരുന്നു എന്നുള്ളൊരു പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ് എനിക്കുണ്ടായിരുന്നു അന്നും. ഇന്നത്ര ഞാൻ പറയത്തില്ല. ഇന്ന് കുറേ കൂടെ കോർപ്പറേറ്റ് ഇൻ്റർവെൻഷനും അതിൻ്റെ ഇതുമാണ് വിഴിഞ്ഞത്തൊക്കെ വന്നത്. അപ്പോൾ വിഴിഞ്ഞത്തിൽ സമരം നടത്തിയപ്പം ഒരു കാര്യം ഞങ്ങൾ ഡിമാൻഡ് ചെയ്തത്, സമരം അദാനിക്ക് പോർട്ട് കൊടുക്കാൻ അനുവാദം കൊടുക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റഡി നടത്തണമെന്ന്. സ്റ്റഡിയിൽ ഇക്കോളജിക്കൽ സ്റ്റഡി, നമ്മൾ പറയുക ഇമ്പാക്റ്റ്, അത് ചെയ്യാമെന്ന്. അപ്പം പലരും പറഞ്ഞു നിങ്ങൾ വേണോ വേണ്ടതെന്ന്. ഞങ്ങളൊന്നും വേണമെന്നോ വേണ്ടതെന്ന് പറഞ്ഞില്ല. അതൊരു ക്രിട്ടിക്കൽ സ്ട്രാറ്റജിയാണ്. അതായത് നമ്മൾ ഇതിനുവേണ്ടി വാദിക്കുന്നത് വേണ്ടെന്നോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൈഡഡായി. ഇതിൻ്റെ സത്യാവസ്ഥ ഒരു പഠനത്തിലൂടെ പുറത്തു കൊണ്ടുവരുന്നതായിരുന്നു നമ്മൾ വെച്ച്. അതിന് ഗവൺമെൻറ് ആദ്യം നെഗോസിയേഷനൊക്കെ ഞങ്ങൾ തയ്യാറായി. ഇതിനകത്ത് അത് ഉൾപ്പെടുത്തണമെന്നില്ലെങ്കിൽ ഞാൻ പറയാം തയ്യാറായി. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ഇമ്പാക്റ്റ് ഈ ക്രിട്ടിക്കലായിട്ട് അതെന്താണ്, അഥവാ അവർ തന്നെ ആളെ വയ്ക്കും ഞങ്ങളുടെ മെമ്പർ വിഷയം വേണമെന്നൊക്കെ പറഞ്ഞെങ്കിലും കാര്യത്തിൽ അവരെടുക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ തീരപ്രദേശത്തിൽ കര നഷ്ടപ്പെടുന്നത് ഇതുകൊണ്ടാണ്, പോർട്ട് കാരണമാണെന്നുള്ള അവർ സമ്മതിക്കില്ല. അത് പോർട്ട് കാരണമാണെന്ന് സമ്മതിച്ചെങ്കിൽ തന്നെ ഇതിൻ്റെ ഇപ്പം കൊടുക്കുന്ന ഒരു 10 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ശരിയും ഇവർക്ക് കേരളയിലും സിൽവർ ലൈനിലോ കൊടുത്ത പോലുള്ള കോമ്പൻസേഷൻ കിട്ടില്ല. ഒന്നുമില്ലെങ്കിലും കോമ്പൻസേഷനൊക്കെ കിട്ടട്ടെ, അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. വേണമെങ്കിൽ ഗവൺമെൻറ് അത് ചെയ്യാമായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. ഈ പേര് പറയാതെ തന്നെ കുറേ കൂടി മെച്ചമായ ഒരു പാക്കേജ് കൊടുക്കാമായിരുന്നു. അതോടൊത്തല്ല. പിന്നെ നമ്മുടെ ഇടയിൽ തന്നെയുള്ള ചില ഇൻറ്റേർണൽ പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ ക്ലാരിറ്റി കുറേ കൂടി ലീഡർഷിപ്പ് കൂടുതലും ഡയസസ് ഏറ്റെടുക്കുകയും മറ്റവർക്ക് ആ യൂണിയൻസിലൊക്കെ ആളുകൾ കുറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ചേർച്ചിനുള്ള ഒരു ഇത് പറഞ്ഞാൽ സംഭവം പൊലിപ്പിക്കാം, അങ്ങനെ പൊലിപ്പിക്കുകയും ചെയ്തു.
പക്ഷേ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കുറേ കൂടി സയൻറ്റിഫിക് അനാലിസിസും ഇതും വേണം. ഇതൊക്കെ സ്റ്റേറ്റിനെതിരായിട്ടാണ്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ എല്ലാവരും കൂടെ കൊല്ലും. അത് പോട്ടെ, ശ്വാസം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഒരു ക്ലാരിറ്റി. ഇപ്പോൾ കോർപ്പറേറ്റ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞില്ലാതെ പറ്റുള്ളൂ. അത് അധികം പേർക്കും അറിയത്തില്ല. ഇപ്പം എല്ലാ പാർട്ടികളും ഈ ഇടതും വലതും പോലെ തന്നെ ബി ജെ പിയിൽ ചിന്തിക്കുന്നവരുണ്ട്. ബി ജെ പി എന്നാൽ കുറേ കൂടെ വികസനം വരുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ സഭയിൽ തന്നെ ഒരു സെക്ടർ സീറോ മലബാർ ചർച്ചയൊക്കെ കുറച്ചുകൂടി ബി ജെ പി അനുഭാവികളായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്കൊരു സ്പേസ് ഉണ്ടെങ്കിലും സ്പേസ് ഇന്ന് കുറഞ്ഞു വരുന്നു. ഞങ്ങൾ തന്നെ KSMDF NFൻ്റെയൊക്കെ പ്രവർത്തനം പഴയതുപോലെ അത്ര ഊർജ്ജമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. കാരണം ഒരു കോർപ്പറേറ്റ് സെക്ടറായിട്ടൊക്കെ കൺഫ്രണ്ട് ചെയ്യാത്ര എളുപ്പമല്ല. അത് പറയാൻ വലിയൊരു കോംപ്ലക്സിറ്റി ഉണ്ട്. പിന്നെ കുറേ കമ്മിറ്റഡ് ആയിട്ടുള്ള അച്ഛന്മാരുണ്ടാവുകൊണ്ട് അവരും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യും. അതിൻ്റെ കണ്ടൻറ് വൈസുള്ള ക്ലാരിറ്റി ഇല്ലാതെ പോയെന്നുള്ളതാണ്. സമരത്തിന് ഭൂരിപക്ഷം വന്നത് മത്സ്യത്തൊഴിലാളി സ്ത്രീകളാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് നിന്ന് കിട്ടിയത് തലച്ചമ്മടായിട്ട് മീൻ കൊണ്ടുപോകുന്നതിന് പകരം ബസ്സുകൾ ഏർപ്പെടുത്തുക. മേഴ്സിയക്കാർ പറഞ്ഞതാണ്. അപ്പോൾ അതൊരു പിന്നെ സമരത്തിന് അവരാണ് മുമ്പ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മരിയനാട് പ്രോജക്റ്റും PCO, റിലീജിയസ് സിസ്റ്റേഴ്സ്, തോമസ് കൊച്ചിയിലെ റിഡംട്രിസ്റ്റ്, അവർ ഒരു ടീം വർക്കായിരുന്നു. പുള്ളിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്തായാലും പുള്ളി നാഷണൽ ലെവലിൽ ഒക്കെ പുറത്തേക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത് പുള്ളി ശരിക്കും വെച്ച് നാഷണൽ ഫിഷർമെൻ ഫോറവും വേൾഡ് ഫിഷർമെൻ ഫോറവും ഒക്കെ രൂപീകരിച്ച് അതിനകത്ത് പിന്നെ നല്ല ലീഡർഷിപ്പുള്ളതാണ്. ഡൗൺ ടു എർത്ത് പേഴ്സണാണ്. പരസ്യം ഒട്ടിക്കുന്നത് മുതൽ മോളുള്ള ഒരു ചെയ്യാൻ നല്ല ക്ലാരിറ്റി ഉണ്ട്. പുള്ളി ബംഗ്ലാദേശ് അഭയാർത്ഥികളുടെ ക്യാമ്പിലൊക്കെ പ്രവർത്തിച്ച ഒരു ബാക്ക്ഗ്രൗണ്ടുണ്ട്. പിന്നെ റിഡംട്രിസ്റ്റിൽ ഇതുപോലെ ഒരു പ്രോഗ്രസീവ് ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ പുള്ളിക്കുണ്ട്. പിന്നെയുള്ളത് ഇവർക്കുള്ള ഒരു റിഡംട്രിസ്റ്റ് പ്രീസിനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് ഡയസീഷൻ പ്രീസിന് അന്ന് കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് കമ്പയർ ചെയ്യല്ല. പക്ഷേ ഈ ഇതിൻ്റെ നല്ലൊരു ഇൻ്റർവെൻഷൻ നടത്തി ലീഡർഷിപ്പിൽ നിന്ന ഒരു വ്യക്തിയാണ്. പശ്ചാത്തലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ട്രോളേഴ്സ് അധികം കൊല്ലം മേഖലയില്ല, ചിത്രകല മേഖലയില്ല. സർക്കാർ തന്നെ ഇത് വേണമെന്ന് പറഞ്ഞു. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് ട്രോളിങ് നിരോധിക്കണമെന്നുള്ള കാര്യത്തിൽ. അതേസമയം തന്നെ സർക്കാർ തന്നെ എടുത്തൊരു പൊസിഷൻ എന്ന് പറയുന്നത് അത് നിരോധിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റിലാണ് സമരങ്ങളിലേക്ക് പോകുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, ഫിഷറീസ് ഡയറക്ടറൊക്കെ ഒരു ഓർഡർ വരെ വന്നതാണ്. പക്ഷേ അത് പെട്ടെന്ന് പിൻവലിച്ചു സർക്കാർ. പ്രത്യേകിച്ച് ബേബി ജോണിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതായത് ഞങ്ങൾ ആദ്യം എടുത്തൊരു ഡയസിസിൽ തന്നെ ഇപ്പോൾ ഏലിയാസ് എന്നൊക്കെ പറഞ്ഞൊരു പുള്ളിയുണ്ട്. പുള്ളി പ്രോ വില്യം പോർട്ട് വരാൻ വേണ്ടി പറയാം. അത് വന്നാൽ ഇവിടെ സിംഗപ്പൂർ പോലെയൊക്കെ ആവും എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ കൊടുത്ത് ഞങ്ങളുടെ അച്ഛന്മാരുടെ കോൺഫിഡൻസിൽ ആണ്. എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയായിരുന്നു അന്ന്. ഇന്നും ഫ്രണ്ട് തന്നെ, പക്ഷേ 2 പോളറൈസ് ധ്രുവങ്ങളിലാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഡയസിസ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു. ഡയസിസിന് ഇനിഷ്യേറ്റീവ് എടുത്തപ്പോഴും സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഷപ്പ് എടുത്തൊരു പൊസിഷൻ, ബിഷപ്പ് ജോസഫൊക്കെ പുള്ളി വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുകയും നമ്മളെയൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടൊന്നും പുള്ളിക്ക് ഒരു താല്പര്യമില്ലെങ്കിലും ഇതുപോലുള്ള അപ്രോച്ചിനോട് പുള്ളി ടോളറേറ്റ് ചെയ്യുന്ന വിധത്തിൽ പറയാം. അപ്പം അവിടെ വന്നപ്പോഴും ബിഷപ്പ് എടുത്തൊരു സ്റ്റാൻഡും ഞങ്ങൾ അത് നമുക്ക് ഇത്രയും ക്ലാരിറ്റി ഇല്ല. പ്രത്യേകിച്ച് ഭൂമി നഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും ഇക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. പിന്നെ ഇതുകൊണ്ട് വലിയ തൊഴിൽ നമുക്ക് കിട്ടത്തില്ല എന്നുള്ളതിൽ ഒരു മിക്സഡ് ഫീലിംഗ് ആയിരുന്നു ആദ്യം. അപ്പം അങ്ങനെ വന്നൊരു കാര്യത്തിൽ നമ്മുടെ അടുത്ത് ഒരു മോറലിസ്റ്റിക് അപ്രോച്ചാണ്. മത്സരാളികൾക്ക് ദ്രോഹം വരികയാണെങ്കിൽ ഞങ്ങളത് എതിർക്കും എന്നുള്ളൊരു കണ്ടീഷൻ. അതത്ര പൊളിറ്റിക്കലി ക്യാരി ചെയ്യുന്നൊരു സമീപനമല്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഇതിനെതിരെ സമരം ചെയ്യണമെന്നുള്ള ആശയം വന്നു. അന്ന് കോൺഗ്രസ് ഗവൺമെൻറ്റായിരുന്നു, ഉമ്മൻചാണ്ടി ആയിരുന്നു മാസത്തിൽ. അപ്പോൾ ഞങ്ങൾ പുള്ളി ഒരു വലിയ പാക്കേജ് അപ്പോൾ ഒരു കോംപ്രമൈസ് എത്തി. ലാൻഡ് 50 ഏക്കർ വാങ്ങിക്കുക, ഇവർ റീഹാബിലിറ്റി ചെയ്യണം. കാരണം പഴയത് ഇന്നെ എതിർക്കേണ്ട. അപ്പോഴത്തേക്കും വേറൊരു വിജയനെ പോലുള്ളവരൊക്കെ എലിയാസും വിജയനുമായിട്ടുള്ളൊരു ഡിബേറ്റ് ഞങ്ങൾ തന്നെ സംഘടിപ്പിക്കും. അപ്പോൾ വാസ്തവത്തിൽ എനിക്ക് വിജയൻ പറഞ്ഞ അപ്രോച്ചസോട് എനിക്ക് വലിയ താല്പര്യം തോന്നുന്നു ശരിക്കും പറയുകയാണെങ്കിൽ.
അപ്പോൾ അവർ ഇതിനെ എതിർക്കണമെന്നുള്ളൊരു ആശയം വന്നെങ്കിലും എതിർക്കാനുള്ളൊരു കപ്പാസിറ്റി KSMDFിന് LFFിന് ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റ് സമരങ്ങളിൽ മുമ്പാട് സമരങ്ങളുള്ള ആർജവമോ ഫോളോയിങ്ങോ ലീഡർഷിപ്പോ ഇല്ലാതെ പോയി. അപ്പോൾ അതിനകത്ത് വർഷത്തിലൊരു KSMDF എങ്കിലും മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ശക്തമാണ് പീറ്ററൊക്കെ. ഇപ്പോൾ അവർക്കും അത്ര എളുപ്പമല്ല എന്നുള്ളതായിരിക്കും. ഞാൻ കുറ്റപ്പെടുത്തുകയില്ല, ഞാനും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പറയുക. അങ്ങനെ വന്നപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കിട്ടുന്നൊരു ഓപ്ഷനാണിത്. അപ്പം പിന്നെ തൽക്കാലത്തേക്ക് ബിഷപ്പ് പിന്നെ ഈ ഒരു അപ്രോച്ച് എടുത്തു. നമ്മൾ അതുമില്ല ഇതുമില്ല ഒന്നും കിട്ടാതെ വരരുതെന്ന് വിചാരിച്ചാണ് ഉമ്മൻചാണ്ടി സർക്കാരായിട്ടൊരു ഗവൺമെൻറ് ഓർഡർ തന്നെ ഇറക്കി. അത് പിന്നീട് മേഴ്സിക്കുട്ടി പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ അതിനോടൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. മേഴ്സിക്കുട്ടി എന്നല്ല പാർട്ടിയും സർക്കാരും എതിരായി. അത് സമ്മതിക്കുക, ബാക്കി എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്നുള്ള വളരെ മിനിമം ലെവലിൽ നിന്നും. അപ്പോൾ ചീഫ് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് ഇൻവോൾവാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നെഗോസിയേഷനുകൾ ഇവരുമായിട്ട് നടത്തി, കോമ്പൻസേഷൻ ഉണ്ട്, അതിലൊക്കെ പോയി. അപ്പം മനസ്സിലായൊരു കാര്യം, ഇടതുപക്ഷവും എല്ലാം ഈ കോർപ്പറേറ്റ്സിൻ്റെ കാര്യത്തിൽ BJP ഉൾപ്പെടെ ഒരുമിച്ചാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിനെ ബ്രേക്ക് ത്രൂ ചെയ്യാൻ ഒരു ചേർച്ച് ലീഡർഷിപ്പിന് സാധിക്കത്തില്ല. അതാണ് ഞാൻ കണ്ട എൻ്റെ അനാലിസിസ്. അതിൻ്റെ ശരീരത്തികളൊക്കെ വേറെ കാര്യം. അപ്പോൾ അവിടെ നമുക്ക് ആളുകൾക്കും ഇതിലുള്ള താല്പര്യം കുറഞ്ഞു. പിന്നെ ലോക്കൽ പീപ്പിൾ, അതായത് വിഴിഞ്ഞത്തുള്ളവർ തന്നെ അവർക്കെന്തോ കിട്ടാൻ പോകുന്നുള്ള, കാരണം അവിടെ ഈ പറയുന്ന ചേർച്ചിൻ്റെ കമ്മിറ്റീസ് ഉണ്ടല്ലോ, പവർ ഗ്രൂപ്പ്സ്, അവരെല്ലാം കച്ചവടക്കാരും അതുപോലുള്ളവരാണ്. മത്സരാളികൾക്ക് അറിയാം വാസ്തവത്തിൽ. ഞങ്ങൾ അവിടെ പലപ്പോഴും വിസിറ്റ് ചെയ്യുമ്പോൾ, പക്ഷേ പാരിഷോട് തീരുമാനം എടുക്കുമ്പോൾ വെൽക്കം ചെയ്തു, ഞങ്ങളവിടെ സഹകരിക്കില്ല. അപ്പം എവിടെയാണോ സംഭവം നടക്കേണ്ടത് അവർ പുറകോട്ട് നിന്ന കാരണം നമുക്ക്, അല്ലെങ്കിൽ അത് മാത്രം മതിയായിരുന്നു നല്ലൊരു വളർച്ചയ്ക്ക് എടുക്കാൻ. അത് നടന്നില്ല. അവരെ കുറ്റപ്പെടുത്തുന്നതല്ല. ഇപ്പോൾ ഇതായിരുന്നു എന്നെപ്പോലൊരാൾ അവിടെ പോയി പാരിഷ് ജനങ്ങളുടെ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ, ജനങ്ങളെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മിഡിൽ ക്ലാസ് എക്സ്പ്ലോയിറ്റേഴ്സാണ് അവർ, ലേലപ്പണിയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർക്കിതുകൊണ്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടുമായിരിക്കും. അപ്പോൾ ആ നിലയിലാണ് അത് പോയത്. പക്ഷെ അതുകൊണ്ട് വലിയ ആനുകൂല്യം കിട്ടുകയോ ഇല്ല. ഇപ്പോൾ അവരും മനസ്സിലാക്കുന്നുണ്ട്. ഹാർബറിൽ തന്നെ വളരെ പീസ്ഫുള്ളായിട്ട് ഹാർബറിൽ തന്നെ പലപ്പോഴും അവിടെ അതിനുള്ളിൽ തന്നെ 2-3 പേര് മരിച്ചു ഈ കാലഘട്ടത്തിൽ. മുതലപ്പുഴയുടെ കാര്യം പറഞ്ഞതുപോലെ അവിടെ സംഭവിച്ചു. മുതലപ്പുഴയിൽ ഹാർബറിൻ്റെ അശാസ്ത്രീയമായ ഇത് കാരണം ഒരുപാട് പേര് മരിച്ചു. 100 80-85 പേര് മരിച്ചിട്ടുള്ളതാണ്. ആ സമയത്ത് തന്നെ ഇവിടെ നടക്കുന്നത് വിഴിഞ്ഞത്ത്. ഇപ്പം ഇത് ഈ പാരിസ്ഥിതികമായുള്ള സ്റ്റഡി നടത്തിയ ഒരാളുണ്ട്, നമ്മുടെ റോബർട്ട് പനിപ്പിള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇതിനെപ്പറ്റിയുള്ള കടലറിവുകൾ എന്ന പുസ്തകമൊക്കെ എഴുതിയ ആളാണ്. അവൻ പാരിസ്ഥിതികമായിട്ട് പണ്ട് വിഴിഞ്ഞം പോർട്ട് വരുന്നതിന് മുമ്പുള്ള കടലിൻ്റെ അടിത്തട്ടും ഇപ്പോഴത്തെ സാഹചര്യവും അതൊക്കെ കൊണ്ട് അതൊരു പ്രധാന കൺസേണാണ്. പക്ഷെ സർക്കാരിന് ആ സ്റ്റഡി നടത്തുന്നില്ല, നമ്മൾ നടത്തില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ചെയ്തതാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ആ ഒരു തരത്തിൽ ഇതൊരു ലോങ് റൺ, ഇതൊരു ഇക്കോളജിക്കൽ ഇഷ്യൂ ആണെന്നുള്ളത് നമുക്കറിയാം. ട്രോളിങ് ഇതിൻ്റെ സമരം തന്നെ സൈലൻ്റ് വാലിയുടെ ആ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. ആ ചിന്ത ഈ പരിസ്ഥിതി കാട് സംരക്ഷിക്കണമെന്നുള്ളത് പ്രോമിനൻ്റായിട്ട് വന്നപ്പോഴും കടൽ സംരക്ഷണം ഒരു ഇക്കോളജിക്കൽ ഇഷ്യൂ ആയിട്ട് പലതും കണ്ടിട്ട്, കടലിൽ ഇഷ്ടം പോലെ മീനുണ്ട്, അത് വാരി അടിച്ചിട്ട് എന്നാൽ മതി, അതിനുള്ള ടെക്നോളജി വളർത്തിയാൽ മതി, ഇങ്ങനെയുള്ള അബദ്ധ ചിന്തകളൊക്കെ ഉണ്ട് ഒത്തിരി. അത് നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നു. സൈലൻറ്റ് വാലി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സ് ഒരുപാട് നഷ്ടപ്പെടും അവിടെ ഇത് വന്നാൽ, പ്രോജക്റ്റ് വന്നാൽ. അപ്പോൾ അതിനെതിരെ സ്റ്റാൻഡ് എടുത്ത ഒരാളാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി. പ്രത്യേകിച്ച് സുഗതകുമാരി പോലുള്ളവർ, പിന്നെ മേധാ പട്കറിനെ പോലുള്ളവരൊക്കെ ഇതിനകത്ത് ജോയിൻ ചെയ്ത് നമുക്ക് വലിയൊരു ഇൻഫ്ലുവൻസായി. ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ ഞങ്ങളും സൈലൻറ്റ് വാലി പ്രോജക്റ്റ് പഠിക്കാനും വിസിറ്റ് ചെയ്യാനൊക്കെ പോകുന്നിരുന്നുണ്ടായിരുന്നു. അപ്പം ആ വളരെ ചുരുങ്ങിയ സമയവും വളരെ ആക്റ്റീവായിട്ട് അതിനകത്ത് ഇൻവോൾവ് ഒന്നും ആയിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചതാണ്. സൈലൻറ്റ് വാലി പോലുള്ള പ്രോമിനൻസോ മീഡിയ അറ്റൻഷനോ കിട്ടിയിട്ടില്ല.